നമസ്കാരം. മഴക്കാലത്തെ 5 മണ്ടത്തരങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മണ്ടത്തരം മണ്ടത്തരാവുന്നത് എപ്പോഴാ? നമ്മള് നോർമലായിട്ട് നമുക്ക് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു സംഗതി അതിന് വേറൊരു പേഴ്സ്പെക്റ്റീവ് ഉണ്ട് എന്ന് വേറൊരാൾ പറയുമ്പോഴാണ്, അതിലെ ഒരു അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് ഒരാൾ പറയുമ്പോഴാണ് മണ്ടത്തരാവണേ. അങ്ങനത്തെ എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ പേഴ്സ്പെക്റ്റീവിലെ ഒരു 4-5 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മണ്ടത്തരം നമ്പർ 1, ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ പുറകിലിരിക്കുന്നയാള് കൊട നിവർത്തി, മഴയുള്ളത് കാരണം കൊട നിവർത്തി പിടിക്കണത് പോലെ ഒരു മണ്ടത്തരം എനിക്ക് വേറൊന്നും തോന്നിയിട്ടില്ല. ഒരു ബോധമില്ലാത്തതുകൊണ്ട് ചെയ്യുന്ന സംഭവമാണത്. കാര്യം ഉറപ്പില്ലാത്തൊരു കൊടയാണെന്നുണ്ടെങ്കിൽ അത് തുറക്കുന്ന വഴിക്ക് അതിങ്ങനെ മറിഞ്ഞിട്ട് തിരിച്ചു മറിഞ്ഞു പോയി അതങ്ങ് നിന്നോളും. നല്ലൊരു കൊടയാണെങ്കിൽ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എയർ ത്രസ്റ്റ് മതി നമ്മളെ പാറി നമ്മൾ വീഴാനായിട്ട്. അങ്ങനെ പല കേസുകളും കഴിഞ്ഞൊരു 4 വർഷത്തിനടക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. കറക്റ്റ് ഹിസ്റ്ററിയാണ്. പുറകിലിരിക്കും, കൊട തുറക്കും, പിടിക്കും, പാറും, നേരെ തലയടിക്കും. അങ്ങനെ വളരെ മോശം തലച്ചോറിന്റെ പരിക്കുകളായിട്ട് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇൻ പെർട്ടിക്കുലർ പുറകിലിരിക്കുന്ന ഒരു പെണ്ണ് ചെരിഞ്ഞിരിക്കാനേ പാടില്ല ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം ഒരു പിടുത്തം ഉണ്ടാവില്ല. നമ്മൾ ആകെ ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു കമ്പിയും ഇപ്പുറത്തൊരു വളവള നിൽക്കുന്ന ഒരു വയറും ആയിരിക്കും നമുക്ക് ആകെ പിടിക്കാണ്ടാവുക പെണ്ണുങ്ങൾ തിരിഞ്ഞിരിക്കുമ്പോൾ. ഈ പിടുത്തം ബൈ ഡിഫോൾട്ട് അവർ വീഴും. ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നേരെ ഇരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർ വീഴാൻ വളരെ ചാൻസ് കൂടുതലാണ്. ആ അവസ്ഥയിൽ കൊടയും കൂടെ പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ പുറകോട്ട് മറിഞ്ഞ് വീണിട്ടുള്ള പല അമ്മച്ചിമാരെയും ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പലരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് അത്രയും മോശം ഇഞ്ചുറി ആയിട്ട്. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മോശം കൊടയെങ്കിലും വാങ്ങാനുള്ള ഒരു മനസ്സ് കാണിക്കണം എന്നാണ്. കാരണം അതങ്ങ് മറിഞ്ഞ് കേടുവന്ന് പോകുമല്ലോ. നമ്മൾ പറന്നുപോയി വീണ് മരണപ്പെടണ്ടല്ലോ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരൻ അസ്കർ വൈഫിന് നല്ലൊരു കുട വാങ്ങിക്കൊടുത്തു, ബാക്കിലിരിക്കുമ്പോൾ സൈഡിലേക്ക് ഇരുന്ന് ചൂടാൻ. ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഫസ്റ്റ് മണ്ടത്തരം. മണ്ടത്തരം നമ്പർ 2, ഈ പ്ലാവിലും മാവിലൊക്കെ കയറുന്നത് ആളുകൾക്കൊരു ഹോബി, അതിൽ കവിഞ്ഞൊരു ഹീറോയിസ് ആണ് പല ആളുകൾക്കും. പ്രത്യേകിച്ച് കുറച്ച് ഏജ് ഒക്കെ എത്തിയിട്ടുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യണ കാണുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ മഴയില്ലാത്ത കാലത്തെ റിസ്ക് ഉള്ള ഒരു പരിപാടി, അതിൽ കൂടെ ഭയങ്കര സ്ലിപ്പറി ആയിട്ടുള്ള ഈ മരത്തിന്റെ തൊലീന്റെ ഒക്കെ മുകളിൽ ചവിട്ടി ഈ റിസ്ക് എടുത്ത് കയറി അങ്ങനെ തലയിടിച്ചും വീണ് തലയ്ക്കും സ്പൈനൽ കോഡിനൊക്കെ പരിക്ക് പറ്റിയിരിക്കുന്ന പല രോഗികളെ കാണാറുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് അങ്ങനെ ഒരു മരം കയറ്റക്കാരനെ വിളിക്കാൻ പൈസ ഇല്ലാത്ത ആളുകളോ ഒന്നുമല്ല. അത്യാവശ്യം പറമ്പും സ്വത്തൊക്കെ ഉള്ള ആളുകളായിരിക്കും. ഒരു 500-1000 കൊടുത്താൽ ഈ പ്രൊഫഷണലായിട്ട് വന്ന് അതിന്റെ സാമഗ്രികൾ വെച്ച് കയറിപ്പോകുന്ന ആളുകൾ ഉണ്ടാവും. അപ്പോൾ അത് ചെയ്യാതെ ഇവര് സ്വയം ഇതിനൊന്നും വേറെ ആരെയും വിളിക്കണ്ടെന്ന് പറഞ്ഞ് കയറി അങ്ങനെ ജീവിതം ഒരു വളരെ മോശം അവസ്ഥയിലേക്ക് എത്തുന്ന പല രോഗികളെയും നമ്മൾ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ള മണ്ടത്തരം നമ്പർ 2. മണ്ടത്തരം നമ്പർ 3, കൂട്ടുകാരുടെ കൂടെ മഴക്കാലത്ത് തോടിലും പുഴയിലും കനാലിലൊക്കെ പോയി ചാടുന്നത് ഭയങ്കര ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ ഇത് സേഫ് ആണോ എന്ന് ചോദിച്ചാൽ സേഫ് ആക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. പള്ളിക്കുളത്തിലും മറ്റൊക്കെ നമ്മളും ചെറുപ്പത്തിൽ കുറെ ചാടിയിട്ടില്ലേ. നമ്മുടെ ഒരു പേഷ്യന്റ് ഇതേപോലെ ഒരു മഴക്കാലത്ത് ഫ്രണ്ട്സിന്റെ കൂടെ നേരെ ഒരു കുളത്തിലേക്ക് തല ഡൈവ് ചെയ്തെടുത്ത് ചാടി. അകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, പക്ഷെ ചാടിയ കുളത്തിൽ അധികം വെള്ളം ഉണ്ടായിരുന്നില്ല. തലക്ക് പരിക്കുണ്ടായിരുന്നു, തല നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് ഏതാണ്ട് കുഴപ്പമില്ലാതിരുന്നു, ബോധമൊക്കെ തിരിച്ചു വന്നു. കഴുത്തിന് പരിക്കുണ്ടായിരുന്നു. കഴുത്തിന്റെ പരിക്ക് നമ്മൾ ഫിക്സ് ചെയ്ത് സ്ക്രൂ ഒക്കെ ഇട്ട് ഉറപ്പിച്ചു. പക്ഷെ സുഷുമ്ന നാഡിയുടെ പരിക്ക്, ചതവ് അത്രയും മാരകമായതുകൊണ്ട് തന്നെ കൈകാലുകൾ തളർന്നിട്ടാണ് ആ പേഷ്യൻ്റ് ഇന്ന് ഉള്ളത്. ചെറുതായിട്ട് ഫിസിയോതെറാപ്പിക്ക് ചെയ്ത് ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ടെങ്കിൽ പോലും. അപ്പൊ ഇതൊരു മണ്ടത്തരായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. യാതൊരു നിലയില്ലാത്ത ഒരു എന്താണ് ഇതിന്റെ താഴെ നമുക്ക് കുറച്ചൊരു മഴയൊക്കെ ഉണ്ടാവുമ്പോൾ പ്രത്യേകിച്ച് കാണാൻ പറ്റില്ല, സർഫസിന്റെ അടിയിൽ എന്താന്നുള്ളത് കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ എടുത്തു ചാടുന്നത് ഒരു മണ്ടത്തരായിട്ടാണ് തോന്നിയിട്ടുള്ളത്. 4-മത്തെ മണ്ടത്തരം, നടക്കുന്ന ആളുകൾ, മഴയത്ത് നടക്കുന്ന ആളുകൾ, സപ്പോസ് കൊടയില്ലാതെ നടക്കുക എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഇത്ര ദൂരം ഒരു 10 മീറ്ററോളം നമുക്ക് പോകാനുണ്ട്, ഒന്ന് ഓടിയേക്കാം. ഓടിയിട്ട് അധികം മഴ കൊള്ളണ്ട, മഴ കൊണ്ട് പനി വരും എന്നുള്ള കൺസേൺ വെച്ചിട്ട് ആളുകൾ ചെയ്യുന്ന ഒരു പണിയാണ് പെട്ടെന്ന് അങ്ങോട്ട് ഓടുക എന്നുള്ളത്. ഈ നടക്കുന്ന വഴി കുറച്ച് സ്ലിപ്പറി ആണെങ്കിൽ കിടക്കണം, വീഴും. അപ്പോൾ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ
റിസ്ക് എടുത്ത് ചെയ്യുന്നത് വളരെ വലിയൊരു മണ്ടത്തരാണ്. കാര്യം എത്ര തന്നെ മഴ ഉണ്ടെങ്കിലും വാട്ടെവർ തല പൊളിയുന്ന തരത്തിലുള്ള മഴയാണെങ്കിലും പതുക്കെ നടന്ന് ഒന്ന് നനയുന്നല്ലേ ഉള്ളൂ, അതിൽ കവിഞ്ഞൊന്നുമില്ല. തല തോർത്തിയാൽ തീരുന്ന, നമ്മൾ കുടിക്കുന്നതല്ലേ, തല തോർത്തിയാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഈ വക കാര്യങ്ങൾ ചെയ്യുമ്പോൾ വീഴാനും വീണിട്ട് പരിക്ക് പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട്. അഞ്ചാമത്തെ മണ്ടത്തരം, അത് പലരും റിയലൈസ് ചെയ്യാത്ത കാര്യം കേട്ടോ. ഇപ്പോൾ നമ്മൾ കാർ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ സപ്പോസ് വെള്ളത്തിൻ്റെ ഒരു ലെയർ, ഒരു ഫിലിം നമുക്ക് റോട്ടിലുണ്ടെങ്കിൽ അത് അവിടെ നമ്മൾ സ്ലോ ആക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കണക്കിന് സ്പീഡിൽ വരുമ്പോൾ ഇത് അറിയാലോ, നമ്മുടെ ഈ ടയറിന്റെ കട്ടകളിലെ ആ ഒരു ഡെപ്തിൽ ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവല് വെള്ളം മാത്രമേ റോട്ടിലുള്ളൂ എന്നെങ്കിൽ കുഴപ്പമില്ല. അതല്ലാത്ത പക്ഷം അതിൽ കവിഞ്ഞ് വെള്ളം ഉണ്ടാവുമ്പോൾ അവിടെ ഒരു ലെയർ, റോഡിന്റെയും ചക്രത്തിന്റെയും അഥവാ ടയറിന്റെയും ഇടയിൽ ഒരു ലെയർ ഓഫ് ഫ്ലൂയിഡ്, വെള്ളം ഫോം ചെയ്യുകയും അത് കാരണം ഈ ഹൈഡ്രോപ്ലനേഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടാവുകയും അത് കാരണം വണ്ടി ടേണായി ടോപ്പിൾ ചെയ്ത് ആക്സിഡന്റ് ആവുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും നമ്മൾ ട്രോമ, പരിക്കിലോട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വെള്ളം കാണുന്നുണ്ടെങ്കിൽ അവിടെ വളരെ സ്ലോ ആക്കിയിട്ട് തന്നെ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതിലിപ്പോ ഈ ബ്രെയിനിന്റെയും സ്പൈനിന്റെയും ട്രോമ റെഗുലറായി ഡീൽ ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലക്ക് എൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് കാര്യങ്ങൾ പറഞ്ഞതാണ് കേട്ടോ. പലതും നമ്മൾ ചെറുതായി കാണുന്ന കാര്യമായിരിക്കും. ഇപ്പം ഇന്ന് കൂടി ഞാൻ കണ്ടു കൊട ചൂടിയിട്ട് ബൈക്കിന്റെ ബാക്കിലിരുന്ന് പോണ ഒരാളെ. ഇപ്പൊ ഇങ്ങനെ ഒരു സംഗതി, കഥ അതിന്റെ പുറകില് പലർക്കും സംഭവിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാല് അത് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കുമല്ലോ. അങ്ങനെ ഒരാൾക്കെങ്കിലും ഈ ഒരു വീഡിയോനെ കണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യാം. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.